ഏവർക്കും ഒരിക്കൽ കൂടെ അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. നിലക്കടല കഴിച്ചാൽ ശരീരഭാരം വർദ്ധിക്കുമെന്നും ദഹന പ്രശ്നം ഉണ്ടാകുമെന്നും. എന്നാൽ ഒരു പിടി കുതിർത്ത നിലക്കടല മികച്ച ദഹനവും കുടലിന്റെ ആരോഗ്യവും ഉറപ്പു നൽകുന്നു. ആരോഗ്യ സംരക്ഷണത്തിൽ എപ്പോഴും വില്ലനായി നിൽക്കുന്ന ഒന്നാണ് ദഹന പ്രശ്നങ്ങൾ. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ പൂർണ്ണമായും സാധിക്കാറില്ല എന്നതാണ് സത്യം. എന്നാൽ നിലക്കടലയിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നല്ല ദഹനത്തിനും കുടലിന്റെ ആരോഗ്യത്തിനും വേണ്ടി നിലക്കടല അല്പം കുതിർത്തു കഴിക്കാം എന്നാണ് പറയുന്നത്. ഇവ കുതിർക്കാൻ എളുപ്പമായതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരുന്നില്ല. ഇവ കുതിർക്കുമ്പോൾ ദഹിക്കാൻ എളുപ്പമാണ്. ഈ പ്രക്രിയ ഫൈറ്റിക് ആസിഡിനെ തകർക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് പോഷകങ്ങൾ കൃത്യമായി ആഗിരണം ചെയ്യുന്നതിനും സഹായിക്കും. കാരണം കുതിർത്ത നിലക്കടലയ്ക്ക് എപ്പോഴും ശരീരത്തിലേക്കുള്ള ആവശ്യ പോഷകങ്ങൾ നന്നായി ആഗിരണം ചെയ്യാൻ അനുവദിക്കുന്നു. മാത്രമല്ല മറ്റു പല ഗുണങ്ങളും ഇതുവഴി ലഭിക്കും. ശരീരത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ദഹന പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുന്നതിനും സഹായിക്കുന്നു കുതിർത്ത നിലക്കടല. കുടലിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു കുതിർത്ത നിലക്കടല. കാരണം കുതിർത്ത നിലക്കടല കഴിക്കുന്നത് കുടൽ ബാക്ടീരിയകളുടെ ആരോഗ്യകരമായ സന്തുലിതാവസ്ഥ നിലനിർത്തും. കൂടാതെ നിലക്കടലയിലെ നാരുകൾ ഒരു പ്രീബയോട്ടിക്കായി പ്രവർത്തിക്കുകയും കുടലിലെ ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ദഹന പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നിലക്കടല കുതിർത്ത് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് മികച്ച മാറ്റം തന്നെ നൽകുന്നു. അമിതവണ്ണത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നിലക്കടല ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ അമിതവണ്ണത്തെ പൂർണ്ണമായും പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. മികച്ച ദഹനം നടക്കുകയും ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാലും വിശപ്പ് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു. കൂടാതെ മലബന്ധം പോലെയുള്ള അസ്വസ്ഥതകൾ ഇല്ലാതാക്കുന്നതിനും കഴിയുന്നു. എങ്കിലും എന്തെങ്കിലും മാറ്റം ഭക്ഷണത്തിൽ വരുത്തുന്നതിന് മുമ്പ് അലർജി ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അമിതവണ്ണം ഇല്ലാതാക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ തടി കൃത്യമായ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതും കപ്പലണ്ടി കുതിർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം പോഷകങ്ങളും പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ തടി കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ്. ചില പഠനങ്ങൾ ഇപ്രകാരം പറയുന്നു: കപ്പലണ്ടിയിൽ ധാരാളം കൊഴുപ്പും കാലറീസും അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് തടി കൂട്ടുന്നവ അല്ല എന്നും കുറയ്ക്കാനാണ് സഹായിക്കുന്നതെന്നും പറയുന്നു. മറ്റൊരു പഠനം ഇപ്രകാരം പറയുന്നു: 6 മാസത്തോളം സ്ത്രീകൾക്ക് കപ്പലണ്ടി കഴിക്കാൻ നൽകുകയും ഇവരിൽ 3 കിലോ ഭാരം കുറഞ്ഞിരിക്കുന്നതായാണ് ഫലം കിട്ടിയത്. അതായത് നിലക്കടല നമ്മൾ കഴിച്ചാൽ തടിക്കുകയല്ല, മറിച്ച് തടി കുറയ്ക്കാൻ സഹായിക്കുകയാണ് ഇത് ചെയ്യുന്നത്. കപ്പലണ്ടി കഴിക്കേണ്ട കൃത്യസമയം എപ്പോൾ? ചിലർ വൈകിട്ടായിരിക്കും നട്ട്സും അതുപോലെയുള്ള മുളപ്പിച്ച പയർവർഗ്ഗങ്ങളുമെല്ലാം കഴിക്കുകയുണ്ടാകുക. എന്നാൽ നിലക്കടല പ്രത്യേകിച്ച് കുതിർത്തെടുത്തത് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നതാണ് ഉചിതം. ഇത്തരത്തിൽ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുവാനും നിയന്ത്രിച്ച് നിലനിർത്താനും സാധിക്കുന്നതാണ്. കപ്പലണ്ടി ഫാറ്റിൽ അടങ്ങിയതിനാൽ ഇത് അമിതമായി കഴിക്കുന്നത് നന്നല്ല. കൃത്യമായ അളവിൽ കഴിച്ചാൽ മാത്രമാണ് തടി കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കഴിക്കുന്നതിലൂടെ വിശപ്പിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് തടി കുറയ്ക്കാൻ സഹായിക്കുന്നതുമാണ്. നിലക്കടല എങ്ങനെ കുതിർക്കാം? നിലക്കടല കുതിർക്കാൻ അവ നന്നായി കഴുകി ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെക്കുക. പിന്നീട് വെള്ളം നിലക്കടലയെ പൂർണ്ണമായി മൂടുന്നുവെന്ന് ഉറപ്പാക്കുക. 6 മുതൽ 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ കുതിർക്കാൻ വെക്കുക. കുതിർത്ത ശേഷം കഴിക്കുന്നതിന് മുമ്പായി വെള്ളം മുഴുവൻ വാർത്ത് കളയേണ്ടതാണ്. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ മികച്ചതാക്കുന്നു. കുതിർത്ത നിലക്കടല നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മികച്ച ഓപ്ഷനാണ്. സാലഡുകൾ, സ്മൂത്തികൾ അല്ലെങ്കിൽ ലഘുഭക്ഷണം എന്നിവയായി ഇവ ഉപയോഗിക്കാം. ഇവയുടെ വൈവിധ്യം ദഹന ഗുണങ്ങൾ നൽകുമ്പോൾ തന്നെ പല ഭക്ഷണങ്ങളും എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്നതും പ്രത്യേകതയാണ്. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.